അതേസമയം ഈ പാർലമെന്റ് അതിക്രമത്തിൽ സുരക്ഷാ വീഴ്ച ആരോപിച്ച് നടത്തിയ പ്രതിഷേധത്തിൽ കൂടുതൽ എംപിമാർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള 6 എംപിമാരുൾപ്പെടെ ആകെ 15 പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. രാജ്യസഭയിൽ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച തൃണമൂൽ കോൺഗ്രസ് അംഗം ഡെറിക് ഒബ്രിയനെയും സമ്മേളന കാലയളവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാർ പാർലമെന്റിന് അകത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പി ബസന്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ബസന്ത്, കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധം, ഒപ്പം തന്നെ അതിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അംഗങ്ങൾക്കെതിരെയുള്ള സസ്പെൻഷനിൽ തുടങ്ങി വലിയ പ്രതിഷേധത്തിന് കൂടുതൽ സമയം വേദിയാവുകയാണ് പാർലമെന്റിന്റെ ഇരുസഭകളും. ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? അക്ഷയ്, ഇപ്പോഴും പ്രതിഷേധം ലോക്സഭയ്ക്കുള്ളിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. 14 പേരാണ് ലോക്സഭയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. ഇതിൽ 6 മലയാളി എംപിമാരും കൂടിയുണ്ട്. അതായത് ബെന്നി ബെഹനാൻ, VK ശ്രീകണ്ഠൻ, TN പ്രതാപൻ, ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ, രമ്യ ഹരിദാസ് എന്നിവരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ. രാജ്യസഭയിൽ ഡെറക് ഒബ്രയൻ മാത്രമാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. DMK-യിൽ നിന്ന് 2 എംപിമാരുണ്ട്, കനിമൊഴിയും SR പാർത്ഥിബനും. പക്ഷേ പാർത്ഥിബൻ ഇന്ന് സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് DMK വൃത്തങ്ങൾ നൽകുന്ന വിവരം. പാർത്ഥിബൻ പ്ലക്കാർഡ് ഉയർത്തിക്കാട്ടി എന്നാരോപിച്ചാണ് പാർത്ഥിബനെ സസ്പെൻഡ് ചെയ്തത്. അതേസമയം മാണിക്കൻ ടാഗോർ അടക്കമുള്ള, ജ്യോതിമണി അടക്കമുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാരും സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിൽ പെടുന്നുണ്ട്. പ്രധാനമായും അവർ ഉന്നയിച്ച പ്രധാന കാര്യമെന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി വിശദീകരണം നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ ഉന്നയിച്ചത്. മാത്രമല്ല, ആ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഒരു വിശദമായ ചർച്ച ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് നടത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇരു സഭകളിലും സഭാധ്യക്ഷന്മാർ ഇത് അംഗീകരിച്ചില്ല. ലോക്സഭ 3 വട്ടം നിർത്തിവെച്ചു, രാജ്യസഭയും 3 വട്ടം നിർത്തിവെച്ചു. പ്രതിപക്ഷത്തെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും രാജ്യസഭയിൽ പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ ഒരു കത്ത് രാജ്യസഭാ അധ്യക്ഷന് അയച്ചിട്ടുണ്ട്. ചട്ടം 267 പ്രകാരം സഭയ്ക്കുള്ളിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള പോര് മുറുകുന്ന അല്ലെങ്കിൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു കാഴ്ചയാണ് വരും ദിവസങ്ങളിലും കാണാൻ കഴിയുക. 15 പേരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടുള്ള നടപടി ഈ സമ്മേളന കാലയളവ് വരെയാണ്. അതായത് ഈ ശൈത്യകാല സമ്മേളനത്തിൽ ഈ 15 പേർക്കും പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.